PM ശ്രീയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ലീഗിന്റെ വിദ്യാഭ്യാസ സംഘടനയായ MSF പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരമെന്ന മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പ്. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് മന്ത്രിസഭ ഉപസമിതിക്ക് കത്ത് നൽകി. PM ശ്രീയിൽ മുഖ്യമന്ത്രിയുടെ വാദം ചോദ്യം ചെയ്ത് മുൻ മന്ത്രി V ശിവൻകുട്ടിയും രംഗത്ത്. കണ്ണൂർ വാണിയപ്പാറയിലെ പള്ളിക്കല്ലറയിൽ പായയിൽ പൊതിഞ്ഞ വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. കല്ലറയുടെ നമ്പർ മാറിയതാണ് പ്രശ്നമായതെന്ന പോലീസ് നിലപാട് തള്ളി പള്ളി വികാരി. കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന ആവശ്യം, നിയമപരമായി മുന്നോട്ടു പോകണമെന്നും നിലപാട്. വി ഡി സതീശൻ അഹങ്കാരിയെന്നാണ് G സുകുമാരൻ നായർ. സതീശൻ വിചാരിച്ചാൽ NSSനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. NSS വിചാരിച്ചാൽ പലതും സാധിക്കുമെന്നും ജനറൽ സെക്രട്ടറി. മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി തേടിയിട്ടും NSSന് നൽകിയില്ല. സുകുമാരൻ നായരുടെ വിമർശനം NSS ബജറ്റ് യോഗത്തിൽ. കെ.വി. ഗണേഷ് കുമാറിന് തിരിച്ചടി. NSS ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്ത്. അംഗത്വം പുതുക്കി നൽകിയില്ല. ജനാധിപത്യ രീതിയിലല്ല പുറത്താക്കിയതെന്ന് ഗണേഷ് കുമാർ. പത്തനാപുരം നടന്നതിന് ആദിത്യമല്ല, അത് സൂപ്രണ്ട് രജിസ്റ്റർ ചെയ്ത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. അത് തെളിയിക്കാൻ എനിക്ക് കഴിയും, എന്റെ രേഖയുണ്ട്. പോയി കേസ് കൊടുക്കൂ എന്ന് സുകുമാരൻ നായർ. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. അതെന്താ കേസ് കൊടുക്കാത്ത? വിനയായത് പത്തനാപുരം താലൂക്ക് യൂണിയനുമായുള്ള തർക്കം. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഇന്നും കസേരകളി. വിവാദങ്ങൾക്കിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഡോക്ടർ റീന ഇന്നും എത്തി. വന്നത് കോടതി ഉത്തരവ് പ്രകാരമെന്ന് റീനയുടെ കാര്യത്തിൽ നിയമോപദേശം തേടിയതായി മന്ത്രി. ആരോഗ്യ പ്രവർത്തകർക്ക് ദീർഘകാലാവധി നൽകരുതെന്ന സർക്കുലറിൽ വിവാദം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിൽ അഴിമതിയെന്ന് പ്രതിപക്ഷം. നടപടി കർണാടക ലോബിക്ക് വേണ്ടിയെന്ന് MP രാജേഷ്. സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാകുമെന്നും ആരോപണം. പശ്ചിമേഷ്യൻ യുദ്ധകരാറിലെ അന്തിമ ചർച്ചകളിൽ അനിശ്ചിതത്വം. ഇറാനെ പ്രകോപിപ്പിച്ച് ഇസ്രയേലിന്റെ ലെബനൻ ആക്രമണം. അമേരിക്കൻ പ്രതിനിധികൾ ലെബനനിലെത്തി. ഇറാൻ പ്രതിനിധികളുടെ വരവിൽ അനിശ്ചിതത്വം. ഹോർമുസിൽ കപ്പലുകൾ കടന്നുപോകാൻ അപേക്ഷ നൽകണമെന്ന പുതിയ നിർദ്ദേശവുമായി ഇറാൻ.